എന്തായാലും നമ്മളെല്ലാരും കല്യാണത്തിലോട്ട് എടുത്ത് ചാടിയിട്ടുള്ളൂ. അപ്പൊ അതിലിപ്പോ പിന്നീട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, ഓഫാണ്. ഞങ്ങൾ വിചാരിച്ചു നല്ല പനിയായിരിക്കും, വിറവലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു വിട്ടു. 2 ദിവസം കഴിഞ്ഞ് പിന്നെ നാട്ടിലാണ് അദ്ദേഹം പൊങ്ങിയത്. കണ്ട സത്യം. വര ഇങ്ങോട്ട് കഴിഞ്ഞാല് നിങ്ങൾ ഓടിയാകത്ത് സിംഹത്തിന് എന്ത് വരാ അത് ഇവിടുന്ന് ജമ്പടിച്ചു കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഈ സിംഹത്തിന് നമുക്കൊന്ന് ഭയങ്കര രസം, പ്രമോഷൻ കൊണ്ടുവരാൻ രസമായി പോയാൽ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയല്ലോ. ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഹസ്ബൻഡിനെ മുൾമുനയിൽ നിർത്തുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എന്റെ പേഴ്സണാലിറ്റി ഭയങ്കര ഡിഫറെന്റ് ആയതുകൊണ്ട് നേരത്തെ ചോക്ലേറ്റ് നായകനാന്നായിരുന്നു. അപ്പൊ അതിപ്പോ ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു എല്ലാ സിനിമകളിലും കൊട്ടേഷൻ ടീമും മാറ്റതും വെട്ട് കൊലപാതകം ഇത് ചാക്കോച്ചനാണ്. ആ ഒരു കലയിൽ ഇപ്പോഴും പ്രിയമല്ലേ? പിന്നെ തീർച്ചയായിട്ടും മിമിക്രിയാണ് ഇതിന്റെ എന്റെ ഒരു ബേസ്. ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എക്കാലം അയാൾ ബെസ്റ്റ് ആക്ടർ അല്ല, ആ സമയത്തുള്ള നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. താങ്ക് യു. എന്തിനാന്ന് എനിക്ക് ഈ സിനിമയുടെ പേര് പറയുമ്പോൾ പേര് പറഞ്ഞാ ഒന്ന് പറഞ്ഞ അതന്നെ ഗിർ. അത്രേ ഉള്ളൂ, നീട്ടില്ല. നീട്ടാ അത് സൗകര്യം പോലെ. നല്ലൊരു സിനിമയുടെ ഭാഗം വീണ്ടും എല്ലാവരും ഒരുമിക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കേട്ട കഥ, ഞാൻ റിപ്പോർട്ട് ചെയ്ത കഥയാണ്. അന്ന് ഞാൻ റിപ്പോർട്ടിങ്ങിന് തിരുവനന്തപുരത്ത് ഉള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ കുറെ സംഭവങ്ങൾ അറിയാം. അന്ന് ട്രിവാൻഡ്രത്തുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. ശരിക്കും ഒറിജിനൽ ആള് രക്ഷപ്പെട്ടോ? പിന്നെ സൂക്കരന് ഭയങ്കര ഒരു വാർത്ത വന്ന പ്രാധാന്യമാണ്. ആളെവിടെയുള്ള ആളാ? പുള്ളി എവിടെ നിന്നാണ്? തമിഴനല്ല. ഞങ്ങൾ അവിടെ പോയി 3 ദിവസം നിന്ന് ആദ്യത്തെ ദിവസം തന്നെ രക്ഷപ്പെടുത്തി. പക്ഷെ പുള്ളിക്കുണ്ടായ ഒരു ഭയമാണ് അതിനകത്ത് മെയിനായിട്ട്. ഭയപ്പാടുണ്ടായി. ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ ചെല്ലരുത് പറഞ്ഞിട്ടും നമുക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴും എടുത്തു ചാടിയത്. ചാക്കോച്ചൻ എന്ത് ധൈര്യം ഒന്ന് ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പല സമയങ്ങളിലായിട്ട് ആൾക്കാർ എടുത്ത് ചാടുന്നുണ്ട്. സംഭവം എന്തായാലും നമ്മളെല്ലാരും കല്യാണത്തിലോട്ട് എടുത്ത് ചാടിയിട്ടുള്ളൂ. അപ്പൊ അതിലിപ്പോ അത് പൊളിച്ചോട്ടോ. അതുകൊണ്ട് ഇതിലേക്കൊന്നും ചാടിയേക്കാം. അതിലും വലുതൊന്നുമില്ല ഇത്. ഇല്ല അല്ലേ? എന്ത് ബേസ് ചെയ്യാം കേക്കണ്ട. ഏതായാലും നമുക്ക് തോന്നുന്നു ആ സംഭവം അത്തരം സംഭവങ്ങൾ കഥയാക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാകാം. നമുക്ക് അതെല്ലാം കേട്ട് ദൃശ്യങ്ങൾ പോലും കണ്ടതാണ് പ്രേക്ഷകർ. ഒന്നും ഇല്ലാന്ന് പറഞ്ഞാണ് JK നമ്മളെ രണ്ടുപേരെയും ഇതിലോട്ട് ക്ഷണിച്ചത്. ഫുൾ ഗ്രാഫിക്സ് ആണ്, ആനിമേട്രോണിക്സ്, അല്ലാതെ വേറെ ഒരു പരിപാടി ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഒറിജിനൽ സിംഹത്തിന്റെ കൂടെ നമുക്ക് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു റിയാലിറ്റി, നാച്ചുറാലിറ്റി കിട്ടത്തില്ല, ഒറിജിനാലിറ്റി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സൗത്ത് ആഫ്രിക്ക കൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആക്ടേഴ്സ് ആയതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് സംഭവിച്ച് അങ്ങോട്ട് പോയി. അവിടെ ഒറിജിനൽ സിംഹം, പിന്നെ VFX, ആനിമേട്രോണിക്സ്, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ദർശൻ എന്നുള്ള സിംഹത്തെ നമ്മളിതിൽ കാണുന്നത്. അതിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള സിംഹമാണ്. മോജോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്റർനാഷണൽ മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇഡ്രിസ് ആൽബ, അക്ഷയ് കുമാർ, സുരാജ് വെഞ്ഞാറമൂട് പോലുള്ള ആക്ടേഴ്സിന്റെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. അപ്പൊ അങ്ങനെ സീസൺഡ് പ്രോ ആണ് അദ്ദേഹം. അപ്പൊ പുള്ളിയുടെ അടുത്തോട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം പുള്ളിക്ക് റെസ്റ്റാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അപ്പോൾ ആദ്യ ദിവസം പുള്ളിയുടെ സിംഗിൾ ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് 2ാമത്തെ ദിവസം റെസ്റ്റ്, 3ാമത്തെ ദിവസം കോമ്പിനേഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അവിടെ എത്തുമ്പോൾ രാവിലെ ഒരു കോള് സുരാജിൻ്റെത്. ചെറിയ പനി, ജലദോഷം പോലെയൊക്കെ. ശരി, ഓക്കെ, എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം സുരാജിൻ്റെ കോമ്പിനേഷൻ, അതിന് ചാക്കോസിൻ്റെ എടുക്കാമെന്നാണ്. ശരി. പിന്നീട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല, ഓഫാണ്. നമ്മൾ വിചാരിച്ചു നല്ല പനിയായിരിക്കും, വിറവലൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു വിട്ടു. 2 ദിവസം കഴിഞ്ഞ് പിന്നെ നാട്ടിലാണ് അദ്ദേഹം പൊങ്ങിയത്. കണ്ട സത്യം. ശരിക്കും എനിക്ക് വയ്യാതെ പോകുന്ന ഇവര് പറഞ്ഞ് ഈ സാധനത്തിനെ കണ്ട് പേടിക്കും. കാര്യം എന്താണെന്നറിയാം, അത് നല്ല ഐശ്വര്യമുണ്ട്. ഇത് അവരുടെ ഈ ട്രെയിനറുടെ കയ്യിൽ പോലും നിൽക്കാത്ത അവസ്ഥയുണ്ട്. ആ സ്ഥലത്ത് ജീവനിൽ കൊതിയുള്ള ആരെങ്കിലും ചെല്ലുമോ? ചാക്കോച്ചൻ ചെന്ന് ഞാൻ കുറച്ചേരൊക്കെ നോക്കി കിട്ടൂലെന്നേ. കാര്യം ഈ കൂട്ടിനകത്ത് ഇട്ടിട്ടാണ് പരിപാടി നമ്മൾ. എന്നിട്ട് നമ്മളെ ഇറക്കി വിടും ഇന്ന പോയിന്റ് വരെ. അല്ല, സിംഹം പുറത്ത് നിങ്ങൾ കൂട്ടിലായിരുന്നു? അയ്യോ, അത് ആദ്യം ഷോട്ട് എടുക്കുമ്പോൾ നമ്മളും പുറത്തിറങ്ങും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം ആള്, ഇവിടെ ഒരു വര, ഈ വര
വര ഇങ്ങോട്ട് കഴിഞ്ഞാലേ നിങ്ങൾ ഓടിയകത്ത് കയറാം. ഇതൊക്കെ ഇങ്ങനെ, ആ സിംഹത്തിന് എന്ത് വരാ? എന്ത് വരാ, അത് ഇവിടുന്ന് ജമ്പടിച്ചു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ തലവരക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർന്നു. ആ വരെ ഈ വരെ ഒരു കാര്യമില്ല. ഇത് സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നാട്ടിലാ പൊങ്ങിയത്. 1-2 ഷോട്ടിനൊക്കെ നിന്ന് മറ്റേ വരയിലൊക്കെ അണ്ണൻ ഇറങ്ങി. കബഡി കളി പോലെ അണ്ണനെ നിർത്തി കൊടുത്ത്. പിന്നെ കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന്. കേട്ടില്ല അല്ലേ? ഇല്ല, എന്തായാലും കേട്ടില്ല. കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് എനിക്ക്. അതുകൊണ്ട് പുള്ളി ഒന്ന് നാട്ടിലേക്ക് മുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കുറെ പടങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. ചാക്കോച്ചൻ അവിടെ നിന്നോട്ടേന്ന് വെച്ച്. പക്ഷെ അനുഭവമായിരുന്നു കേട്ടോ. അനുഭവം ഇതിനായിരുന്നു, സിംഹത്തിനായിരുന്നു. നമുക്കല്ലേ ഒരു ശരിക്കും അനുഭവം ഇല്ലായിരുന്നു. ഈ ഭയങ്കര ഇതല്ലേ. പിന്നെ ഷാജി നടേശൻ സാറ് എല്ലാരും ഉണ്ടായിരുന്നു. ഡയറക്ടർക്ക് ആദ്യം വെച്ച് വന്നിട്ട് ഒരു കൂട്ടിനകത്ത് കയറും. ആദ്യമേ തന്നെ സേഫ് ആവും. ക്യാമറയും അതെ. എല്ലാം. അപ്പൊ അവിടെ ഉള്ള ലാസ്റ്റില് ഷാജി നടേശനും ഒരു കൂട്ടിനകത്തുണ്ട്. കാരണം ബാക്കിയുള്ള നാട്ടിലുള്ള സീക്വൻസുകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ. ഇനി ലാസ്റ്റ് സിനിമ കടിച്ചാലും വലിയ കുഴപ്പമില്ലാതെ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുപോകുന്നു. സിനിമ തീർത്ത് കിട്ടിയാൽ മതി. ഇനി എങ്ങനെ അങ്ങനെ സംഭവിച്ച പടത്തിന് ഒരു ഹൈപ്പ് കിട്ടുമല്ലോ ലാസ്റ്റ് കൊണ്ടുപോയത്. എന്തായാലും സിനിമ തീർക്കുകയും ചെയ്യണം. ഇത്ര ചെയ്തു വെച്ചേക്കുവാണ്. സിംഹത്തെക്കാളും ക്രൂരനായ ആൾക്കാരുടെ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്തത്. അത് ഗംഭീര പോയിന്റ്. ആ ക്രൂരന്മാരൊക്കെ ഇതൊന്ന് കാണിട്ട് ഇറങ്ങുമ്പോ അവർക്ക് കൂട്ടിനകത്തിരുന്ന് സേഫ് അല്ലേ? പക്ഷെ എനിക്ക് ഷാജി പ്രൊഡ്യൂസർ കൂട്ടിനകത്ത്, ഡയറക്ടർ കൂട്ടിനകത്ത്, നമ്മള് മാത്രമാണ് കൂട്ടിന് വെളിയില്. ഇപ്പൊ ലാസ്റ്റില് അവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞ് ഷാജി നടേശൻ ചേട്ടൻ അതിനകത്തിരുന്ന് പോയി, ഇതിവിടെ ഇരുന്നോട്ടെ രസമുണ്ടെന്ന്. കൂട്ടു സ്ഥിര ഇരുന്നോട്ടെ. 2000 കഴിഞ്ഞിട്ടാ വിട്ടത്. പക്ഷെ ഇത്തരം സ്റ്റോറികൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രേക്ഷകർ ഇത് ഈ കഥ കേട്ടതാണ്, കണ്ടതാണ്. അപ്പം അതിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ കണ്ട സ്റ്റോറിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇല്ല, കണ്ട സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റിലേക്കായിരിക്കാം സിനിമ പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് ആ ഒരു ഇൻസിഡന്റ് മാത്രമല്ല നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ സബ് പ്ലോട്ടുകളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പം ഇതിൽ എൻ്റെ ക്യാരക്ടർ റെജിമോൻ നാടായിരുന്നുള്ള ക്യാരക്ടറാണ്. ഞാൻ അതിലോട്ട് എടുത്ത് ചാടാനുള്ളൊരു കാരണം ഉണ്ട്. കാരണക്കാരി ഇതാണ് തൊട്ടടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്? പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ സൂവിൻ്റെ സൂപ്പർവൈസറായ ഹരിദാസിൻ്റെ ക്യാരക്ടറാണ് സുരാജ് ചെയ്യുന്നത്. പുള്ളി എടുത്ത് ചാടുന്നുണ്ട്. അവസാനം പുള്ളി ഞാനും മാത്രം ഇതിൽ പെട്ടുപോകുന്നു. അതിനുശേഷം ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന കാര്യങ്ങൾ പിന്നീട് ചെറിയൊരു രീതിയിലോട്ടൊക്കെ അത് മാറുന്നുണ്ട് ടുവേഴ്സ് ദ എൻഡ്. പക്ഷേ സബ് പ്ലോട്ടുകൾ കുറേ ഉണ്ട്. ഇപ്പം ഹരിദാസിൻ്റെ വൈഫാണ് ക്യാരക്ടറാണ് സുധി ചെയ്യുന്നത്. അവരുടെ ലൈഫിലെ കുറച്ച് ഇഷ്യൂസ്, ഇതെല്ലാം സബ് ലേയേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം സൂവിനകത്ത് മാത്രം നടക്കുന്ന ഒരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണേണ്ട ആവശ്യമില്ല. ബാക്ക് സ്റ്റോറിയും പറഞ്ഞു പോകുന്നുണ്ട്. ബാക്ക് സ്റ്റോറീസും സബ് പ്ലോട്ട്സും രസകരമായിട്ടുള്ള പൊളിറ്റിക്കൽ സറ്റയർ ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുകളുണ്ട്, ഫാമിലി ഇഷ്യൂസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിംഹം ലയൺ വേഴ്സസ് മാൻ സർവൈവൽ മൂവി മാത്രമായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. അനക്കയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരി. കറക്റ്റ് മനസ്സിലായി. കഥയില്ല കഥയിലെ ഏറ്റവും പ്രശ്നക്കാരി അനക്കയാണ്. അതെടുത്ത് പറഞ്ഞുകൊണ്ട് മനസ്സിലായി. അനക്കെ നെട്ടിപ്പോയി. അല്ല, കഥയിലെ പ്രശ്നക്കാരി എന്ന് പറഞ്ഞാൽ അത്തരം ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ, അത്തരം സ്റ്റോറി എനിക്ക് തോന്നുന്നു വിഷ്ണുപുരത്തിന് ശേഷം നല്ലൊരു സ്റ്റോറിയിലേക്കാണ് വരുന്നത്. ഈ സ്റ്റോറി കേട്ട് ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? ചാക്കോച്ചനാണ് പേര്, സുരാജ് ചേട്ടനുണ്ട്, ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. എന്താണ് തോന്നിയത്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ 1 ലൈൻ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് വേറൊരു ജോണർ ആയിരുന്നു. പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇറ്റ് വാസ് ഈവൺ മോർ ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇതിൻ്റെ ഹോൾ ടീം, അതായത് ടെക്നിക്കൽ ടീമാണെങ്കിലും പിന്നെ ആക്ടേഴ്സാണ് ചാക്കോച്ചിൻ്റെ കൂടെ, പിന്നെ സുരജേട്ടൻ, ശ്രുതി, ജെയ്ക്കിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എസ്ര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു ടീം. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സുരാജിന്റെ പടത്തിന്റെ പേര് എക്സ്ട്രാ ഡീസന്റ്. അതുപോലെ എന്റെ പേര് ഇത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത് ചാക്കോച്ചനാണ്. എക്സ്ട്രാ ഡീസന്റ് എന്നാണ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന പടത്തിൽ ചെയ്യുന്നു. അതാണ് പറഞ്ഞത്. അതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടൈറ്റിലാണ് എക്സ്ട്രാ ഡീസന്റ് എന്നുള്ളത്. അത് ഇപ്പോഴാണ് അനൗൺസ് ചെയ്തത് അല്ലല്ലോ? ഇപ്പൊ ഞാൻ അനൗൺസ് ചെയ്തത് ഇപ്പോഴാണ്. ചാക്കോച്ചൻ അനൗൺസ് ചെയ്തത് ഇപ്പോഴാണ്. ടൈറ്റിൽ ഇതായിരുന്നു.
അല്ല ചാക്കോച്ചൻ അനൗൺസ് ചെയ്ത് ഇപ്പോഴാണ് ടൈറ്റിൽ ഏതാന്ന് മനസ്സിലായി. ചാക്കോച്ചൻ അനൗൺസ് ചെയ്ത് ഇപ്പോഴാന്നല്ലേ ഉള്ളൂ. അതെ. അതല്ലേ. പക്ഷെ ചാക്കോച്ച നമുക്ക് സുരാജിന്റെ പ്രൊഡക്ഷന്റെ ഇന്ന് ഫുൾ ചെലവ് സുരാജിന്റെ വക. ഇന്ന് ഫുൾ ചെലവ് സുരാജ് എന്ന പ്രൊഡ്യൂസറിന്റെ വക. കൈയടിച്ച് തന്നെ പാസ്സാക്കല്ല, ഞങ്ങളൊരു കൈയടിക്കാം, അല്ലാതെ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. ഞാൻ റെഡിയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് ശരിയാണ്, അത് എപ്പോഴും അങ്ങനെയാണ്, അത് നമുക്കൊരു മാറ്റവും ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഭയങ്കര സീനിയർ ആക്ടർ അല്ല ലൈക്ക് ഒരുപാട് സീനിയർ ആക്ടറാണ്, കുറേ ഫിലിംസ് കണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ചാക്കോച്ചൻ ഭയങ്കര, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഈസ് വെരി വെരി ഹംബിൾ ആൻഡ് ഭയങ്കര വർക്ക് ചെയ്യാൻ സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഒന്നിലും ഞാൻ ചിലപ്പോൾ കുറേ എക്സ്ട്രാ ടേക്സ് ഒക്കെ പോകുമ്പോൾ ചിലപ്പം നമ്മൾ കുറച്ച് നെർവസ് ഒക്കെ ആയിരിക്കും, പക്ഷേ ഹീസ് വെരി കൂൾ. സോ ഇൻ ദാറ്റ് സെൻസ് ആഫ്റ്റർ ഐ തിങ്ക് അറൌണ്ട് 3-4 days ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഫിലിമാണ്. സുരാജേട്ടൻ്റെ കൂടെ എനിക്ക് അധികം കോമ്പിനേഷൻ ഇതിനകത്ത് ഇല്ല. നമ്മൾ ഐ തിങ്ക് ഒരു ഡാൻസ് സോങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുമിച്ച്. സോ അത് കാരണം പക്ഷേ ഞാൻ നേരിട്ട് സുരാജേട്ടൻ്റെ പെർഫോമൻസ് കണ്ട് ഒരുപാട് ലൈക്ക് ആസ്വദിച്ചു. പഠിക്കാൻ പറ്റിയോ? അതെ അതെ അതെ. എന്താ പഠിച്ചത്? അഭിനയിക്കരുത്, എങ്ങനെയൊക്കെ അഭിനയിക്കാൻ പാടില്ല. പക്ഷെ രസകരമാണ്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലൊക്കേഷനിൽ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ സുരാജേട്ടൻ ഈ കഥകൾ കേട്ടിപ്പോൾ പ്രൊഡക്ഷനിലേക്ക് മാറി ഒരു സിനിമ പ്രൊഡ്യൂസർ ആവുകയാണല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് ഷാജി റഷീദ് സാറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, പ്രൊഡ്യൂസറാണ് അദ്ദേഹം. സിനിമക്കുട്ടി വരുന്ന കഥയൊക്കെ നമ്മൾ തമാശ രീതിക്കും പറഞ്ഞപ്പോഴും, പക്ഷെ ഒരു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വലിയ റിസ്ക് അല്ലേ? തീർച്ചയായിട്ടും റിസ്ക് അല്ലേ, റിസ്ക് ആണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും റിസ്ക് ആണ്. നമുക്ക് ഞാൻ അങ്ങനെ ഒരു ഞാനും ലിസ്റ്റിൻ സ്റ്റീഫനും ഉണ്ട്. അപ്പോൾ നല്ലൊരു കഥ കേട്ടപ്പോൾ അദ്ദേഹത്തിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെയ്യാം, ഓക്കെ, അങ്ങനെ സംഭവിച്ചാണ്. അല്ലാതെ രണ്ടുപേരും കൗണ്ടറുള്ള ആളാണ്. അതെ, സുരാജോ അല്ലേ? ശരിയല്ലേ? രണ്ടുപേരും കൗണ്ടർ അടിക്കാൻ. ചാക്കോച്ചൻ ശരിക്കും ലിസ്റ്റിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി. ഇത് കൗണ്ടർ മണി ഇദ്ദേഹമാണ് ശരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒബ്സർവ് ചെയ്തില്ല. എനിക്കറിയാം, അതിൽ ലിസ്റ്റും ഇവരൊക്കെ ഇരിക്കുമ്പോഴുള്ള വൈബ് വേറെയാണല്ലോ. അപ്പൊ അത്തരം ഒരു പ്രൊഡക്ഷനിലേക്ക് വന്നു. ഈ സിനിമ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ അല്ലെ, നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ സുരാജേട്ടന് എന്താണ് തോന്നുന്നത്? ഈ സിനിമ എനിക്ക് പറ്റുന്ന ഒരു സിനിമയാണ്, നല്ലൊരു സബ്ജക്റ്റ് ആണ് തോന്നാൻ ഒരു കാരണമുണ്ടോ? പല സബ്ജക്റ്റ് കേട്ട് പോകുന്നല്ലോ നമ്മള്. ഇതിന്റെ ആദ്യം അതിന്റെ ഒരു കഥയുടെ ആ ഹുക്ക് പോയിന്റ് എന്നോട് പറഞ്ഞു. ഇങ്ങനെ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഫോണിലാണ് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ കള്ളു കുടിച്ചിട്ട് സൂയിൽ ചാടുന്നതും അതിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പരിപാടിയാണ്. സൂയിൽ ചാടുന്നത് അത് മറ്റേ സിംഹത്തിൻ്റെ മുമ്പിൽ ചാടുമ്പോൾ ഡാർക്ക് ആവൂലേ, അത് കോമഡി അല്ലല്ലോ. പക്ഷേ ഞാൻ പിന്നീട് സ്ക്രിപ്റ്റ് വന്ന് നേരിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് മാത്രമല്ല, ഈ രണ്ടുപേരുടെ പ്രശ്നങ്ങളല്ല, ഇവിടെ വരാനായിട്ടുണ്ടാവുന്ന പ്രശ്നവും പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി എല്ലാം ഈ സിറ്റുവേഷൻ ഹ്യൂമറാണ്. വെർബൽ ഹ്യൂമറും ഉണ്ട്, സിറ്റുവേഷൻ ഹ്യൂമർ ഫുള്ളുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി കുറേ നാളിന് ശേഷം ഒരു അഴിഞ്ഞാടാൻ പറ്റിയ ഒരു അടിപൊളി ഹ്യൂമർ പടമാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാക്കോച്ചനും വന്ന് അത് ഗംഭീരായി. കുടിയനായിട്ട് ചാക്കോച്ചനും സഹായിക്കാനായിട്ട് രക്ഷകനായിട്ട് ഞാൻ അവസാനം പെടുന്നതും ഭയങ്കര രസമാണ്. അതായത് ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ചെന്ന് ഒരു സൂവിലൊക്കെ കണ്ട് മൃഗങ്ങൾ കിടന്നു സുരചാടി നന്നായില്ല, ഈ കേസ് ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. ഈ പറഞ്ഞ ചാക്കോച്ചിന്റെ കഴിഞ്ഞ സിനിമകൾ നോക്കുമ്പോൾ എല്ലാം കേസുകളുള്ള സിനിമകളാണല്ലോ. അപ്പൊ ഇതും ഒരു കേസിലേക്ക് പോയനെന്നാണ് ഉദ്ദേശിച്ചത്. എല്ലാ കേസുകളുള്ള സിനിമകളാണല്ലോ. സുരാജിനെ സംബന്ധിച്ചിടത്തോളം കുറെ സിനിമകൾ ചെയ്തു പോകുന്നപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, എനിക്ക് റൂട്ടൊന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു കോമഡി സിനിമയിലേക്ക് വരുന്നത് അതെങ്ങനെയാണ് സുരാജ് ഉൾക്കൊള്ളുന്നത്? എനിക്ക് ഹ്യൂമർ ചെയ്യാനാണ് ഇഷ്ടം, പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ആ സമയത്ത് കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളൊക്കെ വന്നു, നല്ല രസകരമായിട്ട് തോന്നി, ചെയ്തു. ഇപ്പോൾ വരുന്നതെല്ലാം ഹ്യൂമർ സിനിമകളാണ്, വെറൈറ്റി ഓരോരോ. എന്തായാലും ഹ്യൂമറുണ്ട് ചെയ്യുന്ന എല്ലാ സിനിമകളിലും. ഇതിലാണ് എനിക്ക് അഴിഞ്ഞാടാൻ പറ്റിയ ഒരു ഹ്യൂമർ കുറെ കാലത്തിന് ശേഷം. അതെ, ചാക്കോച്ചനും അതെ അഴിഞ്ഞാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കാതെ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടിയിട്ടുള്ളത് ശ്രുതിയാണെന്ന് തോന്നുന്നു. അതെ, സർപ്രൈസ് ഫാക്ടറാണ്, എലമെന്റ് ആണ്. ഞാൻ പറഞ്ഞ അത് അങ്ങോട്ട് തന്നിട്ടുണ്ട്. എന്താ അത് സിനിമ കണ്ട് തീരുമാനിക്കണം, അഴിഞ്ഞാട്ട സിനിമ കണ്ട് തീരുമാനിക്കണം. എങ്കിലും ഈ ക്യാരക്ടർ പാട്ട് സീനാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. അത് മാത്രമായിരിക്കും ഞാൻ സീനുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്
ആധികാരികമായിട്ട് ഞാൻ പറയാം. ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കുറ്റം കണ്ടിട്ടുണ്ട്, ആ, okay. അതുകൊണ്ടാണ് അങ്ങനെ എന്നാ നല്ല അലമ്പായിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാ. Thank you very much. അത് ക്യാരക്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അലമ്പത്തിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യണം. ഒറ്റ അടിപൊളിയാണ്, വാക്കിലാണ് പറഞ്ഞത്. ഉഗ്രം ക്യാരക്ടറാണ്. പറയൂ. അല്ല നല്ല മൃദുല എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സുരാജേട്ടന്റെ പേര് പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്വഭാവമാണ്. സ്വഭാവം എന്തായിട്ട്? മൃദുല. പേരുമായിട്ട് ഒരു ബന്ധമില്ല. അത് ശരിയാ, ഒരു ഭയങ്കര ഒരു മുൾമുനയിൽ നിർത്തും നമ്മളെ. ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഹസ്ബൻഡിനെ മുൾമുനയിൽ നിർത്തുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എന്റെ പേഴ്സണാലിറ്റി ഭയങ്കര ഡിഫറെന്റ് ആയതുകൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെട്ടു പോയിന്ന്. ഈ ടീസറിൽ സുരാജ് എന്നെ പിടിക്കാൻ വേണ്ടി വന്ന് പറയുന്നത്, എടാ നീ ഓർഡറിൽ എനിക്ക് വീട്ടിൽ പോകാനുള്ളതാണ് എന്ന് പറയുന്നത്. അത് തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ഭാര്യയുണ്ട്, വീടുണ്ട്, അവിടുത്തെ പ്രശ്നമാണ് ഇവിടത്തെക്കാളും വലുത്, സിംഹത്തിനേക്കാളും വലിയ പ്രശ്നമാണ് വീട്ടിലുള്ളത് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ അതെ, അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്ക് പറഞ്ഞു നമ്മുടെ ലൈഫുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഒരു പറഞ്ഞാൽ ബന്ധമില്ല കേട്ടോ. ഇല്ല, നല്ലൊരു ക്യാരക്ടറാണ്. ഈ ഇന്റർവ്യൂ മറ്റേ ആള് കാണും, ഫ്രാൻസിസ് കാണുമ്പോൾ പുള്ളിയുടെ അങ്ങനെ അല്ലല്ലോ, എത്ര തന്നെ അങ്ങനെ അല്ലല്ലോ എന്ന്. പക്ഷെ നല്ലൊരു കഥാപാത്രങ്ങൾ കിട്ടും തോറും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നമ്മൾ എത്രയും മെച്ചപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി നടന്നു, ആളുകളില്ലാത്തതിൻ്റെ പ്രശ്നമൊന്നും, പക്ഷെ നല്ല സിനിമയായിരുന്നു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കഥാപാത്രമാണ് ചെയ്തത്. സിനിമകളെല്ലാം നല്ല സിനിമയാക്കാനാണ്. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം, അതിലും ഭാര്യയും ഭർത്താവാണ്, ഇതിലും ഭാര്യയും ഭർത്താവാണ്. പക്ഷെ ഇതിൽ വന്നു കഴിഞ്ഞപ്പം ഇപ്പൊ ചാക്കോച്ചനും ഇവരൊക്കെ പറഞ്ഞാൽ വേറൊരു കഥാപാത്രം എൻ്റെ ലൈഫിൽ പോലും ഇല്ലാത്ത അത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോൾ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ, അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? അല്ല, ഇത് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഓഫ്കോഴ്സ് കാസ്റ്റ് ആൻഡ് ക്രൂ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് കമ്മിറ്റ് ചെയ്തത്. ആൻഡ് ഓൾസോ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഈ കഥ അതിൻ്റെ ഹ്യൂമർ, അതിലുള്ള ഇൻസിഡൻസ് അതൊക്കെ എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കുറേ ലൈക്ക് അങ്ങനെ ഒരിക്കലും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അത് എക്സൈറ്റിംഗ് ആയിരുന്നു. കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതറിയില്ല, അത് നോക്കാം. അത് ഞാൻ പറയാം, പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രഷർ ഞാൻ പറയേണ്ട ഒന്നില്ല. ചാക്കോച്ചൻ കുറെ കഥകൾ കേട്ട് ഇങ്ങനെ പോകുന്നു, അല്ല യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കൊച്ചി തന്നെ ഷൂട്ട് നടക്കുന്നു. കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഓർത്തിട്ടുണ്ട്? ഏതെങ്കിലും സിനിമയ്ക്കോ ഓർത്തിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമകൾ ഏതെങ്കിലും നമ്മൾ ചെയ്ത നമ്മൾ അത് പാളിച്ചയായി പോലെ എനിക്ക് എന്ന് ആ കഥകൾ ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ. ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കഥ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അത് ഒരാളുടെ മാത്രം ഒരു ക്രിയേഷൻ അല്ല. പലരും ഒത്തുചേരുമ്പോഴാണ് ആ സിനിമ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പടം നന്നാവണമെന്നുമില്ല, മോശമാവണമെന്നുമില്ല. അത് എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യമാണ്. പിന്നെ ആരും ഒരു മോശം പടം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നാൽ നമുക്കൊരു മോശം പടം എന്ന് പറഞ്ഞ് ആരും ഇറങ്ങുന്നില്ല. പിന്നെ ഓരോ സമയത്ത് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റുകളാണ്. ചിലപ്പോൾ നമ്മൾ സോക്കോളുടെ ട്രെൻഡിൻ്റെ പുറകെ നമ്മൾ ചിലപ്പോൾ പോകുമായിരിക്കും. ആ സമയത്ത് ആ ട്രെൻഡ് ചിലപ്പോൾ മാറും. നമ്മൾ ഒരു പടം വിജയിക്കുമ്പോൾ ശരിക്കും അത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നൊരു പടമാണ് മിക്കവാറും വിജയിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ സമയങ്ങളിൽ. ഇപ്പോൾ എൻ്റെ ഒരു കരിയറിൽ നോക്കുകയാണെങ്കിൽ പോലും പനീത്തപ്രാവെല്ലാം നോക്കുകയാണെങ്കിൽ ആ സമയത്ത് കുറേ നാളുകളായിട്ട് പ്രണയ സിനിമകൾ ഇല്ലാതിരുന്നൊരു സമയത്താണ് അങ്ങനത്തെ ഒരു ക്യാമ്പസ് സ്റ്റോറി വരുന്നത്, അത് വിജയിക്കുന്നത്. അല്ലെങ്കിൽ ട്രാഫിക് പോലൊരു സിനിമ സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള സ്റ്റോറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ടാകുന്നത് ആദ്യം വേണ്ടാണ്. അല്ലെങ്കിൽ ഹൗൾഡാറി പോലുള്ള സ്ത്രീ ശാക്തീകരണം അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. വൈറസ് പോലുള്ള സർവൈവൽ ത്രില്ലറുകൾ സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓരോ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ നമ്മൾ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കാം ചിലപ്പം നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ട്രെൻഡിൻ്റെ പുറകെ പോകുമ്പോൾ ചിലപ്പം പാളിയേക്കാം എന്നുള്ളത്. പിന്നെ ഒന്നും നമ്മുടെ കൈകളിലല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കഥയാണ്, ചെയ്യുന്നൊരു സിനിമയാണ്. അത് അൾട്ടിമേറ്റ്ലി അത് ചിലപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെടുന്ന സിനിമകൾ പിന്നീട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ കഥാകൃത്തിൻ്റെ തന്നെ ചിറകുടഞ്ഞ കിനാവുകൾ എന്നുള്ള സിനിമ, അത് വർഷങ്ങൾക്ക് ഇപ്പോഴും ടി വി കാണിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കുറേ പേര് മെസ്സേജുകൾ അയക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട് വേറെ സിനിമകൾ കാണുമ്പോൾ എന്താണ് ഈ സിനിമ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു കഥയാണ്, അതിൻ്റെ കൂടെ ഞാൻ സഞ്ചരിച്ചു, അത് ഞാൻ ചെയ്തു. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം പറഞ്ഞ ചോദ്യം എന്തിനാണ് അതിന്റെ പുറകെ പോയെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. അതിൽ വേറെ നമ്മളാണല്ലോ ഇല്ല. സെലക്ഷൻ നമ്മൾ തന്നെയാണല്ലോ ചെയ്തത്. സിനിമയുടെ വിജയപരാജയം ഒരിക്കലും നമുക്ക് മുൻകൂട്ടി അറിയാം. അത്രമാത്രം നല്ല പ്രഷറാണ് മലയാളി പ്രഷർ എന്ന് പറയുന്നത്. തീർച്ചയായും. ഇപ്പം ഈ വർഷം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ
പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഇത് സിനിമ വലിയ സിനിമകൾ കാണാൻ വേണ്ടി മാത്രമേ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രേമില് പോലെയുള്ള താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞ പുതിയ ആൾക്കാർ നമുക്ക് പറയാവുന്ന ആൾക്കാർ അഭിനയിച്ച സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കുന്നു, ഹ്യൂമർ പടങ്ങൾ വരുന്നു. അപ്പോൾ ഇനി ഹ്യൂമറെ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോഴാണ് മമ്മൂക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊററുമായിട്ട് വരുന്നത്. അങ്ങനെ ഇനി ഹൊററും ഹ്യൂമറും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് സർവൈവൽ ത്രില്ലറുമായിട്ട് മഞ്ഞുമൽ ബോയ്സ് വരുന്നത്. അങ്ങനെ ഇനി കൂട്ടായ കളികളേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ആടുജീവിതം പോലെയുള്ള സിനിമകൾ വരുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് സിനിമ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സിനിമ തലവൻ നല്ല അഭിപ്രായം നേടി ഇപ്പോൾ തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സോക്കോളുടെ ഒരു ഗ്യാരണ്ടി ഇല്ല, ഏത് നന്നാവും ഏത് മോശവും ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മുൻകൂട്ടി നമ്മൾ ശ്രമിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അത് 100% ആത്മാർത്ഥതയോടെ ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് നന്നായില്ലെങ്കിൽ അടുത്തത് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സിനിമ കഴിയുന്നതോറും നമ്മൾ വീണ്ടും വീണ്ടും അഭിനയത്തിലുള്ള പ്രിയം കൂടുന്നു, നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ എത്രമാത്രം നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പ്രോസസ്സ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം പുതിയത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൽ പലരും പറയാറുണ്ട് സുരാജ് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ള തമാശകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കഥ വെച്ചിട്ടാണ് നമ്മളിതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ഹ്യൂമറായിട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഈ സിനിമ ഞങ്ങൾ കോയിൻ ചെയ്തിരിക്കുന്ന ജോണർ എന്ന് പറയുന്നത് സർവൈവൽ ത്രില്ലർ കോമഡി എന്നുള്ള ഒരു സെക്ഷനാണ്. സർവൈവൽ കോമഡി ത്രില്ലർ. ഇതിൽ സർവൈവൽ ഉണ്ട്, കാരണം സിംഹത്തിന് മുന്നിൽ പെട്ടുപോകുന്ന രണ്ടുപേരാണ്, അവർക്ക് രക്ഷപ്പെടണം. മാത്രമല്ല സമീപകാലത്ത് സർവൈവൽ ത്രില്ലറൊക്കെ ഓടി. പിന്നെ ഹ്യൂമറുണ്ട്, അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ത്രില്ലർ ഫാക്ടേഴ്സും ഇതിനോട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഫൺ മൂവി മാത്രമായിട്ട് ഇതിനെ കാണണ്ട എന്നുള്ളതാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും എല്ലാം ചേർത്ത് നോക്കിയ ഒരു സിനിമ തന്നെയാണിത്, ഒരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു 2 അവാർഡ് ജേതാക്കളാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അല്ലേ. ഈ അവാർഡ് കിട്ടും തോറും നമുക്ക് പ്രേക്ഷകരെ വീണ്ടും വീണ്ടും തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു വലിയ റിസ്ക്കാണ്. നമുക്കൊരു ഭാരമായി തോന്നാറുണ്ടോ നമുക്ക് അവാർഡ് കിട്ടിയാണ്, അപ്പോൾ ഇനി അടുത്ത സിനിമ നമുക്കത് മോശമായ ഒരിക്കലും ആളുകൾ നമ്മളെങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു ഭയപ്പാട്. എനിക്ക് തോന്നുന്നു സുരാജിന് അന്ന് അവാർഡ് കിട്ടിയ ദിവസമൊക്കെ ഞാൻ അവിടെ വന്നതാണ്. പിന്നീടുള്ള ഭയമുണ്ടല്ലോ, അടുത്ത സിനിമ ചെയ്യും തോറും നമ്മളിലേക്ക് ഒരു ഭയം വരാറുണ്ടോ? അങ്ങനെ ഭയമൊന്നുമില്ല. അതിപ്പോൾ ആ സമയത്തൊരു ഉള്ള ഒരു 10 സിനിമ എടുത്താൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആക്ടർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എക്കാലം അയാൾ ബെസ്റ്റ് ആക്ടറല്ല, ആ സമയത്തുള്ള നമുക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടി എന്നുള്ളതല്ല, അത് ഉത്തരവാദിത്വമാണ്. പിന്നെ നല്ല കഥാപാത്രങ്ങൾ നല്ല സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നല്ല നല്ല കഥകൾ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് പോകണം. നിനക്ക് എന്തോ ഒരു അങ്ങനെയില്ല, എന്താണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോകണല്ലോ ഏറ്റവും ഇഷ്ടം. എന്നും ഈ ചിരിച്ച മുഖം കാണുന്നതിൽ നമുക്കൊക്കെ ഏറ്റവും തൃപ്തനായിരിക്കുന്നത്. അങ്ങനെ വേണമല്ലോ, അപ്പോഴല്ല മനസ്സിനൊരു സന്തോഷം. ഞങ്ങൾക്ക് കാണുമ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇഷ്ടമല്ലോ. രാജൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാണും അല്ലേ? അത് പിന്നെ ഈ പിച്ച് ടെൻഷൻ ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് അതുവരെ അതൊക്കെ ലിസ്റ്റ് നോക്കി പിന്നെ സന്തോഷമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, നമ്മള് തൃപ്തനാണ് അല്ലേ? ആ ഏരിയ നോക്കണ്ട, നമ്മൾ അഭിനയിക്കുക പോവാ, അത്രേ ഉള്ളൂ. പണിയെടുക്കുന്നു, വേറെ ഒന്നും നമ്മൾ ഇടപെടുന്നില്ല. എന്താണ് അങ്ങനെ പ്രൊഡക്ഷൻ വേണമെന്ന് തീരുമാനം? ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു പ്രൊഡക്ഷൻ എന്ന് തീരുമാനിക്കാനുള്ള കാരണം? ഇല്ല, അങ്ങനെ ഇതിനകത്ത് നിൽക്കല്ലേ. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ വേറൊരാളോട് ചെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇത് നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിന് ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാന്ന് കരുതി. ഐഡിയ എന്നത് മമ്മൂക്കയാണ്. അതത്രേ ഉള്ളൂ. മമ്മൂക്കയാണ് ഐഡിയ. എന്താടാ നീ എന്നൊക്കെ ചെയ്യാൻ പോകുന്നത്? പരിപാടി എന്തായാലും കഷ്ടപ്പെടയില്ലേ, ഇത് നോക്ക്, നല്ല നല്ല പരിപാടികൾ. നമുക്ക് വിചാരിച്ച മമ്മൂക്കയെ വെച്ച് നിങ്ങൾ പടം ചെയ്യുന്നതാണ് എന്നാണ് നിങ്ങൾ വെച്ച് ചെയ്യാനായിട്ട് പോകില്ലേ? അങ്ങനെ ഉണ്ടാവും. ശാഖവശനാണ് അടുത്തത്. എല്ലാരും അല്ല അങ്ങനെ എന്താ ഉണ്ടാവാൻ പാടില്ല അല്ലേ? അല്ല, അങ്ങനെ വേണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കൊച്ചിനെ വെച്ച് എടുത്ത പടം അതെ, അന്ന് ആഗ്രഹിക്കുന്നു. കഥയും കേട്ട് ഇഷ്ടാവട്ടെ. കഥ കേൾപ്പിച്ചോ? ഇല്ല, ഉടനെ. അപ്പൊ ഇത് പുതിയൊരു പ്രഖ്യാപനമായിട്ട് മാറട്ടെ ആവട്ടെ അല്ലേ? പറഞ്ഞതാ. കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് 27ാമത്തെ സിനിമ എങ്ങാണ്ടാണ് ഗർവ്. എത്രാമത്തെയാണ്? 27. 27ാമത്തെ സിനിമ നിങ്ങളുടെ പോകുമ്പോ അല്ലേ? ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഹീറോ.
അതൊരു അത്രയും 27ാമത്തെ സിനിമയാണ് നിങ്ങൾ തമ്മിലല്ലേ? അപ്പൊ എത്ര വർഷത്തെ ഒരു യാത്രയല്ലേ, നീണ്ട യാത്ര. അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാവുമാറുണ്ട്. എന്റെ ഭാര്യയുടെ ഒപ്പം പോലും 19 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. 27 സിനിമകളാണ്. 27 സിനിമകൾ. അപ്പൊ എത്ര വർഷമാണ്? 27 സിനിമകൾ. എത്ര വർഷം? വർഷം അങ്ങനെ പറയണം. ഞാൻ ഇതിനു വേണ്ടി പറഞ്ഞില്ല, ഗുമ്മിന് വേണ്ടി പറഞ്ഞു. അതിന് പിടിക്കല്ലേ? അതിന് പിടിക്കല്ലോ. അത് ഇതെന്നാ പ്രശ്നം കണ്ടില്ലേ? ക്യാരക്ടർ തന്നെ ഇവിടെ വന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് കാൽക്കുലേഷൻ. സോറി. അല്ല, അതൊരു ദീർഘയാത്രയാണ് കേട്ടോ നിങ്ങൾ തമ്മിൽ. ഞാൻ കണക്കെടുത്തില്ല, പക്ഷെ ഒരു ദീർഘയാത്രയാണ് അത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ബന്ധവും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അത്ര ഒരു യാത്രയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും സ്നേഹവും ബന്ധവും പാരവെപ്പും എല്ലാം. പാരവെപ്പും ഫ്രണ്ട്സ്. അല്ല, നിങ്ങളുടെ ഈ കോംബോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീണ്ടും വീണ്ടും വരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും നിങ്ങൾ എടുക്കുന്നത് അവിടെ ഒരു പോയിന്റ്. പ്രേക്ഷകർ ഇഷ്ടപ്പെടും, നിങ്ങൾ തമ്മിലുള്ള യോജിച്ചുള്ള അഭിനയം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് വരുന്ന പ്രൊഡ്യൂസറാണ് നിങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാവുന്നു, ഡയറക്ടർ നിങ്ങളെ വെച്ച് ആ കഥയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. അത് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്, പ്രേക്ഷകരാണ് നിങ്ങളെ തീരുമാനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? അവർ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് ഗറിലും അത് ഏറ്റവും നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. സൂപ്പർ ഹിറ്റ് ആണ്, സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആകുന്ന കാലഘട്ടമാണ്. മമ്മൂക്ക പറഞ്ഞതുപോലെ അവസാന ശ്വാസം വരെ സിനിമയാണെങ്കിൽ എന്റെ ശ്വാസം നിന്നാൽ സിനിമ നിൽക്കുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. മമ്മൂക്കയുടെ സിനിമ നിൽക്കുന്നു. അപ്പൊ അത്രയും ആ സിനിമയിലുള്ള മമ്മൂക്കയുടെ ഡയലോഗ് ഇപ്പം ഭയങ്കര സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് എന്റെ ഒരു വിശ്വാസം. സിനിമയാണല്ലോ നമുക്ക് പ്രിയം. സുരാജേട്ടൻ അങ്ങനെയല്ല കാണുന്നത് നമ്മള്. തീർച്ചയായിട്ടും സിനിമ തന്നെയാണ് ജീവവായു. ഇന്നലെ ഞാൻ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന യൂണിയന്റെ മിമിക്രി അസോസിയേഷന്റെ റൈറ്റലിന്റെ അവിടെ പോയപ്പോൾ സുരാജേട്ടന്റെ കഥകൾ പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയവര്. ഇന്നലെ അവിടെ സ്റ്റേജിലെ പുറമാളില് സുരാജേട്ടന്റെ കൂടെയുള്ള യാത്രകള്, സ്റ്റേജ് ഷോയ്ക്ക് പോയ കഥകളൊക്കെ അന്നുമുള്ള സുരാജേട്ടൻ ഇന്നും ഒരുപോലെയാണ് അവരോട് പെരുമാറുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ കുറെ പേര് അവിടെ ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ കുറെ ആളുകളുണ്ടായിരുന്നു. വലിയ പരിപാടിയാണ് പുറമാള്. നിങ്ങളുടെ കൂടെ മറ്റേ രാമപുരത്തുള്ള റെജിയൊക്കെ കുറെ കഥകൾ ഇന്നലെ അഭിമുഖത്തിൽ പറയാം. അപ്പൊ അതെനിക്ക് പെട്ടെന്ന് ഓർത്ത കേട്ടോ. ആ സുരാജേട്ടൻ തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ നിന്നുള്ള സുരാജേട്ടൻ യാത്ര ചെയ്തപ്പോൾ ലാലേട്ടൻ വന്ന് അടുത്തിരുന്ന കഥയൊക്കെ പറഞ്ഞത്. റെജി അത്ഭുതമായിട്ട് കണ്ട കാര്യമൊക്കെ പറഞ്ഞത്. അപ്പം സുരാജേട്ടന്റെ പോയിന്റുകൾ ഇപ്പോഴും അവിടെയും സംസാരം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വന്ന വഴി മറക്കാതെ ഉള്ള യാത്രയാണെന്ന് ഞാൻ പറഞ്ഞു. മിമിക്രി അല്ലേ? ആ ഒരു കലയിൽ ഇപ്പോഴും പ്രിയമല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതിന്നാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇത് മിമിക്രിയാണ് ഇതിൻ്റെ എൻ്റെ ഒരു ബേസ്. അത് തന്നെയാണ്. ഇനിയുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേഷങ്ങൾ മനസ്സിൽ എന്നും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സുരാജേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹമുള്ള വേഷങ്ങൾ നമുക്ക് തേടി വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവൂലേ? നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നുണ്ടോ ഇന്ന വേഷം? എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാം, നല്ല വേഷങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഇന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് അങ്ങനെയില്ല. വരുന്നതിൽ നല്ലത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് സെലക്ട് ചെയ്യുക. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ലെന്നൊന്നും ഉറപ്പൊന്നുമില്ല. നന്നായിട്ട് ആഗ്രഹിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കിട്ടും. പക്ഷെ എനിക്ക് കേറിയിട്ട് മറ്റേ എന്താ ബാഹുബലിയോ ആനിമെട്രോണിക്സ് അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് എന്ത് ആഗ്രഹിക്കാൻ ചെയ്യാം. ശരിയാ ഏണല്ലേ പരിപാടിയാണ് ഇനി വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പം ലോകം. അപ്പൊ അതിനേക്കാളും വെട്ടുന്ന ഏതെങ്കിലും ഒന്ന് ആലോചിക്കാം. അതിനും മറികടന്ന് നിൽക്കണം, ആഗ്രഹിക്കാം. കിട്ടുവാണെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ. അതൊരു വേഷമാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിലിരിക്കുന്ന കഥാപാത്രം. അതെ, അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ആഴത്തിലുള്ള ആ കഥാപാത്രം കൊള്ളാം, ആ സിനിമയിലെ ആ കഥാപാത്രം എന്ന് പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എത്രയോ പരാജയപ്പെട്ട സിനിമകൾ ആ ആക്ടർ കൊള്ളാം, ആ സീൻ കൊള്ളാം എന്ന് പറയുന്നത് അത് നമുക്കൊരു വിജയമായിട്ട് തോന്നാം ആ സിനിമയ്ക്ക് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതരി സുഖമുള്ള നോവ് എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ കഥാപാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, സിനിമ വിജയിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷമല്ല. ഞാൻ കഥാപാത്രം ഓർത്തിരിക്കുന്ന ഞാൻ പറഞ്ഞു, സിനിമ പൂർണ്ണമായിട്ട് കഥാപാത്രം ഓർത്തിരിക്കുന്ന ഞാൻ പറഞ്ഞു. അതെ, പക്ഷെ നന്നായാലേ സിനിമയ്ക്ക് വിജയമുള്ളൂ, നമ്മുടെ കഥാപാത്രത്തിന് വിജയമുള്ളൂ. അല്ലേ? വിജയമുള്ളൂ. എന്റെ കഥാപാത്രം മാത്രം നന്നായി, സിനിമ മോശമെന്ന് വെച്ചാൽ ആരാ ഒന്ന് കാണുന്നത്? സിനിമ കാണില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ സിനിമ നന്നായാൽ കഥാപാത്രവും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടാവും.
തീർച്ചയായിട്ടും. അനഘ ഇപ്പം മറ്റു സിനിമകളൊക്കെ എങ്ങനെയുണ്ട്? വേറെ സിനിമകളൊക്കെ അഭിനയം ഭീഷ്മപൂർവ്വം കണ്ടിട്ട് അനഘയെ പക്ഷെ ഇതുപോലെ അല്ല നോണല്ലേ വേറെ സിനിമകളിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോലും കണ്ടിട്ടില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ. മനസ്സിലായില്ല എന്താ അല്ല, ഭീഷ്മപൂർവ്വം കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയിലേക്കാണുള്ള യാത്ര? ഭീഷ്മത്തിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ എല്ലാം ആക്ടേഴ്സും എല്ലാം, സോ മൊത്തത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ഇത്. അത്തരം ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കഥകൾ ഇഷ്ടപ്പെടാതെ മാറി പോകുന്നതാണോ? അങ്ങനെയല്ല, എനിക്ക് ഭീഷ്മത്തിന് ശേഷം വന്നതൊക്കെ കുറച്ച് ഞാൻ ഒരു സിമിലർ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഒക്കെ കുറേ വന്നു. അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും അത്ര വന്നില്ല. പിന്നെ 1-2 ഫിലിം വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ അത് കാരണം പിന്നെ ഇതായിരുന്നു എനിക്കിഷ്ടമായത്. ചാക്കോച്ചന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇപ്പൊ ലാസ്റ്റ് കണ്ടതിൽ എനിക്ക് എന്നത്താൻ കേസോട് അല്ലെങ്കിൽ നിറം എത്ര പ്രാവശ്യം കണ്ട്? കുറേ പ്രാവശ്യം കണ്ടു. അതിനകത്ത് പ്രത്യേകിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ. ബട്ട് ചാക്കോച്ചന് ഇപ്പോഴും ആ കാരിസ്മ, ഇപ്പൊ ഞാൻ കൂടെ അഭിനയിച്ചപ്പോഴാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇല്ല, അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് തോന്നില്ല. ബട്ട് മോട്ടറിൽ നോക്കുമ്പോൾ സഡൻലി സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ഒരു കാരിസ്മ ഉണ്ട് ചാക്കോച്ചന്. സോ ദാറ്റ് സെപ്പറേറ്റ് ചെയ്യിക്കുന്നു. സോ എനിക്ക് നമ്മുടെ ലവ് സീക്വൻസസ് ഒക്കെ ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസി ആയിരുന്നു. സോ ജസ്റ്റ് ഹാഡ് ടു റിയാക്ട്. ചോക്ലേറ്റ് ഹീറോ ആണല്ലോ. അതെ, ഭയങ്കര മിടുക്കനാ. എന്നെ കള്ളുകൂടിനൊക്കെ ഇറക്കിയിരിക്കുക. ചോക്ലേറ്റ് പരിപാടിയൊക്കെ പോയി. അല്ല, അത് പോയല്ലോ. നേരത്തെ ചോക്ലേറ്റ് നായകനായിരുന്നു. അപ്പൊ അത് പോയി. ഈ സമീപകാലത്ത് ഇറങ്ങിയ ഒരു എല്ലാ സിനിമകളിലും കൊട്ടേഷൻ ടീമും മാറ്റതും വെട്ട് കൊലപാതകം ഇത് ചാക്കോച്ചനാണ്. അല്ല, അത് ശരിയാണ്. ചാക്കോച്ചൊരു സിനിമകളിലൊരു മാറ്റം വരുന്നതാണ് കേട്ടോ. 5-ാം പാതിരയിൽ നിന്ന് തുടങ്ങിയ ഒരു മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. 6-ാം പാതിര ഉണ്ടോ? ഉടനെ ഇല്ല, അത് സമയമെടുക്കുക. 5-ാം പാതിര അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു പേടിയാണ്. കാരണം അറ്റ്ലീസ്റ്റ് അതിനോട് കടപിടിച്ച് നിൽക്കുന്ന ഒരു സിനിമ ആവണമല്ലോ 6-ാം പാതിര സംഭവിക്കുകയാണെങ്കിൽ. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഉണ്ടാവും, പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി. ജനഗണ എന്തായി? എന്തോ ജനഗണ എന്തായി? ജനഗണമന സെക്കൻഡ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത് ഡിജോയാ. പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അല്ല, നിങ്ങളിപ്പം ലിസ്റ്റുമായിട്ട് കൈകോർക്കുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ വേണോ വേണ്ടോ എന്നുള്ള ഈ പടം തുടങ്ങുന്നതെന്ന് ഒന്ന് വിളിച്ചു പറയാനായിട്ട് ഞാൻ വിളിച്ചായിരുന്നു. അയാൾ ഫോൺ എടുത്തില്ല. അപ്പൊ എന്ത് നിരന്തരം ഈ പടം തുടങ്ങുന്ന നമ്മള് 2 പ്രൊഡ്യൂസറാ. ഞാൻ അന്ന് വിളിച്ച്, എന്നിട്ട് ഇതുവരെ ഒരു ലിസ്റ്റിന്. അതാ രാഗൻ തിയേറ്ററിന്റെ ഇനാഗ്രേഷനായിട്ടുള്ള ഒരു ഓട്ടോ ആയിരുന്നു. ആയിരിക്കും. നമ്മുടെ കോഴിക്കോട് തിയേറ്ററുകളിലെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ? ഏറ്റവും കൂടുതൽ തിയേറ്റർ എനിക്ക് തോന്നുന്നു ലിസ്റ്റിനാന്ന് തോന്നുന്നു കേട്ടോ. ഗുഡ്. അപ്പം എല്ലാം കൊണ്ടും ലിസ്റ്റിന് ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ്. ആ ഭാഗ്യത്തിന്റെ കൂടെ കൂടിയുള്ളൂ. ചാക്കോച്ചൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവര് കുറെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. എന്തായാലും ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എത്ര പാട്ടുകൾ അങ്ങനെയൊക്കെ നമുക്ക് ഡയറക്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാവുന്നതൊന്ന് പറയുവാണെങ്കിൽ. നമ്മൾ ആദ്യം വിട്ടത് ഇതിന്റെ ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഈ പ്രണയം എന്ന് പറയുന്നത്. പിന്നെ ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. പിന്നെ ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഉണ്ട്. ഒരു ചെറിയൊരു മെലഡി പാത്തോസ് പോലത്തെ ഒരു സോങ് ഉണ്ട്. 4 സോങ്ങുകളാണ് ഈ സിനിമയിലുള്ളത്. ഡോൺ വിൻസെന്റ്, കൈലാഷ് മേനോൻ ഒക്കെയാണ് ഇതിന്റെ സംഗീത സംവിധാനം ചെയ്തത്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ ക്രൂ അവരെ പറ്റി പറയുകയാണെങ്കിൽ ജയേഷാണ് സിനിമാറ്റോഗ്രാഫി, വിവേക് ഹർഷാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്, രതീഷ് പൊതുവാൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലുണ്ട്. ഓഫ് കോഴ്സ് JK ആണ് ഡയറക്ഷനും കഥയും കാര്യങ്ങളൊക്കെ. പ്രവീണും കൂടെ കഥയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എസ്ര എന്നൊരു പടം നമുക്കറിയാം, അത് ഒരു ഹൊറർ മൂവി ചെയ്ത ഒരു ഡയറക്ടർ അടുത്ത സിനിമയായിട്ട് വരുമ്പോൾ ഏകദേശം അതിനോട് സാമ്യമുള്ള സിനിമയായിരിക്കും വിചാരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫൺ റൈഡ് മൂവിയാണ് ഇതിലുള്ളത് ഗർ എന്നുള്ള സിനിമ. പിന്നെ ഒരു പുതുമുഖ നായക താരത്തെ ഞങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. മിസ്റ്റർ മോജോ, ദർശൻ എന്ന കഥാപാത്രം ചെയ്യുന്ന സിംഹം, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ശോഭി ചേട്ടനുണ്ട്, മഞ്ജു പിള്ള, രമേശ് പിഷാരടി, രാജേഷ് മാധവൻ, സിബി തോമസ്, അലൻ സിറേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇതിന്റെ ടീച്ചർ ഇറങ്ങിയപ്പോ ഫസ്റ്റ് കമന്റ് എന്തായിരുന്നു? ഈ സിംഹത്തെ കണ്ടിട്ട് ക്രഷ് അടിച്ചെന്ന്. ആദ്യത്തെ കമന്റ്. പക്ഷെ ഈ സിംഹത്തിന് നമുക്കൊന്ന് ഭയങ്കര രസം.
പ്രൊമോഷൻ കൊണ്ടുവരാണ് രസമായി പോയാൽ ആർക്ക് ആരെങ്കിലും അങ്ങനെ? നിങ്ങൾ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയതിനല്ലേ ഒരാഴ്ച അവിടെ കൂടെ താമസിപ്പിച്ച് ഒരു സിംഹമായിട്ടുള്ള ഇന്റർവ്യൂ ഹൈദരാലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് troll-ആയി കേട്ടോ. എത്ര പേര് നിങ്ങളുടെ ടിക്കറ്റ് സ്പോൺസർ ചെയ്യുമെന്ന് അറിയോ? ഇത് വലിയ അവിടെ കൊണ്ട് കൊടുക്കാൻ അങ്ങനെയല്ല. എവിടെ ഹൈദരാലി എന്നെ ചോദിക്കും പൈസ തരും. ഇവിടെ ഹൈദരാലി ഹൈദരാലി പിന്നെ ഇങ്ങനെ പുറത്ത് വിദേശത്ത് പോകുന്നു. ലാസ്റ്റിൽ മറ്റേതെന്ന് പറഞ്ഞു വിദേശത്ത് പോകണേന്ന് നമ്മളെന്തിനാ പേര് പറഞ്ഞു? അല്ല സോറി, ഞാൻ ആരാണ്? നിങ്ങളുടെ കൂടെയുള്ള ആള്. ആരുടെ കൂടെ? അല്ല ഒരാള് ശരി. വന്നിട്ട് ചോദിക്കുക ഇങ്ങനെ പിരിവെടുക്കാൻ വന്നതാണ്, പുള്ളിയെ ഒന്ന് വിദേശത്ത് കൊണ്ടുപോകണം. വിദേശത്തിന് ഞാൻ തരൂല, അല്ലാതെ സിംഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കണം. തരാം അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കൊണ്ടുപോയാൽ മതി എന്നല്ല ഉദ്ദേശിച്ചത്. അതേ